സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം. തീരുമാനം ദൂരദർശൻ അടിയന്തരമായി പിൻവലിക്കണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെടുന്നത്. വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് സിനിമ പ്രദർശിപ്പിക്കുമെന്ന് ദൂരദർശൻ അറിയിച്ചതിന് പിന്നാലെയാണ് വിമർശനവുമായി മുഖ്യമന്ത്രിയും CPM-ഉം രംഗത്ത് വന്നിരിക്കുന്നത്. ലോകത്തെ നടുക്കിയ കേരളത്തിന്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എന്ന ക്യാപ്ഷനോടെയാണ് ദൂരദർശൻ എക്സിൽ പ്രദർശനത്തെ പറ്റിയുള്ള പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ തിയേറ്ററുകളിലും OTT-യിലുമായി കണ്ട സിനിമയാണ് കേരള സ്റ്റോറി. അധിക്ഷേപകരമെന്ന ആരോപണം ഉണ്ടായതിനെ തുടർന്ന് സെൻസർ ബോർഡ് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്ന 10 രംഗങ്ങൾ ഒഴിവാക്കപ്പെട്ടതിനെ തുടർന്നാണ് ചിത്രം തിയേറ്ററുകൾ പോലും പ്രദർശനത്തിന് എത്തിയത്. കഴിഞ്ഞ വർഷം മെയ് 5-നാണ് ഏറെ പ്രതിസന്ധികൾക്കിടയിൽ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ടത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 16-ന് C5-ലൂടെ ചിത്രം OTT-യിലും രംഗത്തെത്തി. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് താല്പര്യമില്ലെന്ന കാരണം പറഞ്ഞ് OTT പ്ലാറ്റ്ഫോമുകൾ ചിത്രം ഏറ്റെടുക്കാൻ ആദ്യം തയ്യാറായിരുന്നില്ല എന്നതാണ് OTT-യിൽ എത്താൻ ഇത്രയും വൈകാൻ കാരണമാകുന്നത്. വിമർശനങ്ങൾക്കിടയിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം സിനിമ സ്വന്തമാക്കി. 30 കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമ ആഭ്യന്തര മാർക്കറ്റിൽ 238 കോടിയോളം കൈക്കൊമ്പിളിൽ സ്വന്തമാക്കുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള ഈ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ 303.97 കോടിയായതോടെ ഇത് 2023-ലെ 8ാമത്തെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ഹിന്ദി ചിത്രമായും തുടർന്ന് മാറിയിട്ടുണ്ട്. 3 പെൺകുട്ടികളുടെ കഥ പറയുന്ന ചിത്രം ഈ 3 പെൺകുട്ടികളും അവരുടെ റൂംമേറ്റായ ആസിഫയുടെ പ്രേരണയാൽ മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതായിട്ടാണ് പറയുന്നത്. ആദ്യ പകുതിയിൽ പെൺകുട്ടികൾ എങ്ങനെ മതപരിവർത്തനത്തിന് വിധേയരായി എന്നതും 2ാം പകുതിയിൽ ശാലിനി ഫാത്തിമയായി മാറുന്നതും ഒരു തീവ്രവാദ ഗ്രൂപ്പിലെ അംഗമാകുന്നതും അഫ്ഗാനിസ്ഥാനിലെ ജയിൽവാസവും ഒക്കെയാണ് പ്രമേയമായിട്ടുള്ളത്. കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ പ്രണയത്തിന്റെ പേരിൽ വശീകരിച്ച് മതപരിവർത്തനം നടത്തുകയും യുദ്ധമേഖലകളിൽ ചേരാനും പുരുഷന്മാർ പ്രേരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചിത്രം യഥാർത്ഥത്തിൽ പറയുന്നത്. 2018-19 കാലയളവിലെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ എന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെ ചിത്രം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം കേരളത്തിലെ യുവാക്കൾ വ്യാപകമായ തോതിൽ തീവ്രവാദ ഗ്രൂപ്പിന്റെ സ്വാധീനത്തിൽ പെടുന്നതായും ചിത്രം പറയുന്നു. യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കെയാണ് കേരള സ്റ്റോറിക്കെതിരെയുള്ള പിണറായിയുടെ നുണകൾ നിരത്തുന്ന പ്രസ്താവന വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ സംപ്രേഷണ സ്ഥാപനത്തെ ഉപയോഗിച്ച് കേരളത്തെ ഇകഴ്ത്താനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യന്റെ പ്രസ്താവനകൾ പോലും നുണകൾ നിരത്തിക്കൊണ്ടുള്ളതാണ്. പരസ്പര സാഹോദര്യത്തിൽ വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവർ ഒരുമയോടെ ജീവിക്കുന്ന പ്രദേശമാണ് കേരളം. ലോകത്തിനു മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന കേരളത്തെ അപഹസിക്കാനും മതസ്പർദ്ധ വളർത്താനും ലക്ഷ്യമിട്ട് സംഘപരിവാർ തലച്ചോറിൽ ഉടലെടുത്ത കുടിലതയുടെ ഉൽപ്പന്നമാണ് ഈ സിനിമയെന്ന് മുഖ്യമന്ത്രി ആരോപിക്കുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ നീതി ആയോഗിന്റെ അടക്കമുള്ള വിവിധ സൂചികകളിൽ മുൻപന്തിയിലുള്ള കേരളത്തെ സൊമാലിയ എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർ ഇപ്പോൾ മതം മാറ്റത്തിന്റെ കേന്ദ്രമെന്ന് പ്രചരിപ്പിക്കാനുള്ള ഗൂഢശ്രമമാണ് നടത്തുന്നത്. സംഘപരിവാർ സ്ഥിരമായി പ്രചരിപ്പിക്കുന്ന നുണകളും അപരവിദ്വേഷവും അടിസ്ഥാനമാക്കിയ സിനിമയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കളിപ്പാവിയായി ദൂരദർശനെ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനം മാറരുത്. BJP സ്ഥാനാർത്ഥികൾക്കായി വർഗീയ പ്രചാരണം നടത്താനുള്ള ഏജൻസിയല്ല ദൂരദർശൻ. ഏപ്രിൽ 5-ന് ഈ സിനിമ സംപ്രേഷണം ചെയ്യുമെന്ന അറിയിപ്പ് കേരളത്തെയാകെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. വർഗീയ ധ്രുവീകരണത്തിനായി നടത്തുന്ന ഇത്തരം വിധ്വംസക നീക്കങ്ങളെ മതനിരപേക്ഷ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ ജനങ്ങളെ ആകെ അധിക്ഷേപിക്കുന്ന കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ദൂരദർശൻ പിന്മാറണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടു. വ്യത്യസ്ത മതവിഭാഗങ്ങൾ സൗഹാർദ്ദത്തോടെ കഴിഞ്ഞുവരുന്ന കേരളത്തിൽ മതവർഗീയതയുടെ വിത്തിട്ട് ഭിന്നിപ്പുണ്ടാക്കാനുള്ള BJP-യുടെ ശ്രമത്തിന് ദൂരദർശൻ പോലുള്ള പൊതുമേഖലാ മാധ്യമ സ്ഥാപനം കൂട്ടുനിൽക്കരുത്. ഏപ്രിൽ 5-ന് രാത്രി 8 മണിക്ക് ചിത്രം സംപ്രേഷണം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ചിത്രം ഇറങ്ങിയ കാലത്ത് തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നതാണ്. അധിക്ഷേപകരമായ 10 രംഗങ്ങൾ ഒഴിവാക്കണമെന്ന് സെൻസർ ബോർഡ് തന്നെ നിർദ്ദേശിച്ച ചിത്രമാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും നേതാക്കളെയും മോശമായി ചിത്രീകരിക്കുന്ന സിനിമ കേരളം തീവ്രവാദികളുടെ പരദേശിയാണെന്ന സംഘപരിവാറിന്റെ കള്ളപ്രചാരണ വേല ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള BJP-യുടെ നീക്കമാണ് പെട്ടെന്ന് സിനിമ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിലുള്ളത്. ഒരു മണ്ഡലത്തിലും BJP-ക്ക് മുന്നേറാനായിട്ടില്ലെന്ന യാഥാർത്ഥ്യവുമുണ്ട്. ആ സാഹചര്യത്തിലാണ് വർഗീയ വിഷം ചീറ്റുന്ന സിനിമാ പ്രദർശനവുമായി ദൂരദർശൻ മുന്നോട്ട് വരുന്നത്.
അത്തരം നീക്കങ്ങളെ മതനിരപേക്ഷ കേരളം ജാഗ്രതയോടെ പ്രതിരോധിക്കുമെന്നും CPM അറിയിച്ചു.